to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഏത് കൊച്ചുകുട്ടിക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് പഴം വെച്ചിട്ടാണ്. പഴം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഈ ഒരു സ്നാക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ല, അതുകൊണ്ട് ഞാനൊരു ഈ തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര എടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഏലക്ക എൻ്റെ കയ്യിൽ പൊടിച്ചത് വേറെ ഇല്ല. അപ്പം അതുകൊണ്ട് ഈ പഞ്ചസാരയുടെ കൂടെ നമ്മൾ അടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഒരു 30 സെക്കൻഡ് അടിച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതവിടെ 30 സെക്കൻഡ് കഴിഞ്ഞു. പഞ്ചസാരയൊക്കെ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നേന്ത്രപ്പഴം എന്നൊന്നുമില്ല, പാളയംകോടൻ പഴം, റോബസ്റ്റ പഴം, പിന്നെ അങ്ങനത്തെ എന്ത് പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ള അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ 2 മീഡിയം സൈസ് ആയിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിനാണ് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. കാരണം ഞാനെടുത്ത പഴത്തിന് നല്ല മധുരമുള്ള പഴമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് ഞാൻ കുറച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം കുറഞ്ഞ പഴമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കൂട്ടണം കേട്ടോ. അപ്പം ഞാൻ ഈ പഴം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പം അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പഴങ്ങളെല്ലാം ഈ ഒരു മിക്സി ജാറിനകത്തോട്ട് പഞ്ചസാരയുടെ കൂടെ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പഴത്തിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് പഞ്ചസാര എന്നുള്ളത് പഞ്ചസാര വേണ്ട, ഈ പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയുടെ കാര്യമേ നിങ്ങൾ ഓർക്കണ്ട. നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല, പഴം മാത്രം അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ പഴവും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിനകത്തോട്ട് നമുക്ക് മാറ്റി ഒഴിക്കാം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ ഇതിനകത്ത് ഏലക്ക പൊടിച്ചത് ചേർത്തതുകൊണ്ട്, ഏലക്കയുടെ കുരു ഒന്ന് ചേർത്തായിരുന്നല്ലോ, അതുകൊണ്ട് നല്ലൊരു മണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബൗളിനകത്തോട്ട് മിക്സിന്നൊക്കെ അകത്തുനിന്ന് വടിച്ചൊക്കെ എടുത്ത് നമുക്ക് ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം. ഒന്നുമില്ല, നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള നല്ലൊരു പേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പഴം അടിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ കൊത്തായിട്ടും അല്ലെങ്കിൽ തേങ്ങ ചെരുകിയതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എത്രത്തോളം തേങ്ങ ചേർക്കണോ അത്രത്തോളം രുചിയാണ് ഇതുപോലത്തെയുള്ള പലഹാരങ്ങൾക്ക്. ഞാനിപ്പോൾ ഉണ്ണിപ്പത്തിലൊക്കെ ചേർക്കുന്നത് പോലെ കുഞ്ഞിതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് നെയ്യിൽ വറുത്തിട്ടാണെങ്കിലും ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ല മൈദ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ഗോതമ്പ് പൊടി തന്നെയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഗോതമ്പ് പൊടി ഈ മൈദ മാത്രമല്ല കേട്ടോ, അരിപ്പൊടി നമുക്ക് ഈ ഒരു ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തെന്നാലും ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ചേർത്ത സമയത്ത് ഞാനത് പറയാൻ വിട്ടുപോയി. എല്ലാ പൊടികളും ആ 1/2 കപ്പ് മുഴുവനായിട്ടും ഞാൻ ചേർത്തില്ലായിരുന്നു. കുറേശ്ശെ ചേർത്ത് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ ഗോതമ്പ് പൊടിക്കും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വേണം എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 പഴത്തിന് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങ് കട്ടിയായിട്ടിരിക്കുന്ന ഒരു ബാറ്ററല്ല നമുക്ക് വേണ്ടത്. ഇച്ചിരി ഒരു ലൂസായിട്ട് എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയാണ് എന്നുള്ള ഒരു അവസ്ഥയൊന്നുമല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു രീതിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ്, അതിപ്പോൾ നമുക്ക് ഏത് റെസിപ്പിക്കും മധുരമുള്ള റെസിപ്പിക്ക് നമുക്ക് ഇച്ചിരി ഒരു നുള്ളു ഉപ്പിട്ടെന്നാലാണ് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവുള്ളൂ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർക്കാം. അതൊക്കെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും, കടിക്കാനൊക്കെ ഇടയ്ക്ക് കിട്ടുന്നത് കൊണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് അങ്ങനെ ഇതും ഓപ്ഷണലാണ്. പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ മാവിനകത്തുനിന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ അതിനും ഒരു പ്രത്യേക സ്വാദാണ്. ഇനി നമ്മൾ എടുത്തിരുന്ന തേങ്ങ വറുത്ത നെയ്യുണ്ടല്ലോ, തേങ്ങ നെയ്യിലാണ് വറുത്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം.
ഇനി ഒരൊറ്റ കാര്യം കൂടെ വേണം, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. അപ്പക്കാരത്തിൻ്റെ പൊടിയാണ്. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും പൊന്തി വീർത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അപ്പക്കാരം എടുത്തത്. ഇതൊരു 5 മിനിറ്റിനകത്ത്, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊന്തി വരും, അത്രയേ ഉള്ളൂ. ആ പഴവും ഒക്കെ അങ്ങനെ ഇരുന്നിട്ട്. പക്ഷെ വലിയൊരു വീർത്ത് വരണമൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ, അടിക്കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചൂടാക്കാം. അതിനുശേഷം അതൊന്ന് പതുക്കെ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് കൊണ്ടുവരാം. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് കോരിയിടുന്നത്. നിങ്ങൾക്ക് സ്പൂണിൽ കോരിയിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്യുന്ന സ്കൂപ്പറിലാണ്. അതാകുമ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ ഈ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക, നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ തന്നെ നമുക്ക് കോരി ഈ ഒരു എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലാണ്, സമയമെടുക്കും. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് എണ്ണ ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ വേഗത്തിൽ നമുക്കിതായി കിട്ടും. അപ്പോൾ തീ കൂട്ടിയിട്ട് ഒരിക്കലും ഇത് ഇട്ടേക്കരുത്. അങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ഭംഗിയും നല്ല കളറൊക്കെ ആയിട്ട് വരും. പക്ഷെ നമ്മൾ ചൂടാറി കഴിഞ്ഞ് ഇത് കഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കാണില്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ ആ ഒരു അബദ്ധം പറ്റാതിരിക്കാനായിട്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മറിഞ്ഞൊക്കെ വരുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ടും നല്ല റൗണ്ട് ഷേപ്പായിട്ടും നന്നായിട്ട് പൊങ്ങി നല്ല ഉണ്ട പോലെ കണ്ടോ, നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് വറുത്ത് കോരി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല കളറൊക്കെയാണ്, കണ്ടില്ലേ? ആ വെളുത്ത് പാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളറ് പെട്ടെന്ന് മനസ്സിലാവും. നല്ല സോഫ്റ്റാണ്, നല്ല ഈ പുറമേക്ക് അത്യാവശ്യം ക്രിസ്പിയാണ്. അതാണ് ഈ സ്നാക്കിൻ്റെ പ്രത്യേകത. അപ്പം നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പെട്ടെന്ന് വറുത്തെടുത്തിട്ട് വരാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു സൂപ്പർ സ്നാക്ക് റെഡിയാണ്. 5 മിനിറ്റ് പോലും വേണ്ട. പഴം അരിയുക, മിക്സിയിൽ അടിക്കുക, ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മെടുത്ത് വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് കൈ ഇങ്ങനെ ഇടയ്ക്ക് മാറിപ്പോകുന്നത്. അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം. കണ്ടോ, നല്ല സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുറമേക്കെ നല്ല ക്രിസ്പിയും അകക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്നാക്കാണ്. എല്ലാവർക്കും ഈ കൊച്ചു 4 മണി പലഹാരം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.